എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ജർമ്മനിയിൽ ഹൈവേസ് അല്ലാത്ത റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജർമ്മനിയിൽ എവിടെ വിസിറ്റിന് പോവുകയാണെങ്കിലും നമ്മൾ ഹൈവേസ് അല്ലാതെ ഇതുപോലത്തെ റോഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. മെയിനായിട്ട് ബുണ്ടസ്ട്രാസ അല്ലെങ്കിൽ ബി റോഡ് എന്ന് പറയുന്ന റോഡാണിത്. ഹൈവേ കഴിഞ്ഞാൽ ജർമ്മനിയിലുള്ള മെയിൻ റോഡുകളിലൊന്നാണിത്. ഇത് തിരിച്ചറിയാനുള്ള എളുപ്പ വഴി ആണ് യെല്ലോ കളറിലുള്ള സൈൻ ബോർഡ്സ്. ഓട്ടോബാനിൽ സൈൻ ബോർഡ്സ് ഒക്കെ ബ്ലൂ കളറായിരിക്കും, ഇവിടെ യെല്ലോ ആണ്. മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉള്ള സെനാരിയോസ് ആണ് നോൺ ഓട്ടോബാൻ ഡ്രൈവിങ്. ഓട്ടോബാനിൽ ജസ്റ്റ് ഒരു സൈഡ് പറ്റി അങ്ങ് പോയാൽ വലിയൊരു ഇഷ്യൂ ഇല്ല. ബട്ട് ബാക്കിയുള്ള റോഡ്സിൽ മിസ്റ്റേക്സ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്ലസ് ഒരുപാട് റോഡ് സൈൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബി റോഡാണ് ബൈ ദ വേ. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ട്രാഫിക് ലൈറ്റ്സ് എപ്പോഴും ഒരു ആബ്സല്യൂട്ട് സർട്ടൻ ഗ്രീൻ ആയിരിക്കില്ല എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മുന്നിൽ കാണുന്ന ട്രാഫിക് ലൈറ്റിൽ നമുക്ക് സ്ട്രെയിറ്റ് ഓർ റൈറ്റ് പോകാൻ ഗ്രീൻ കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ റൈറ്റ് സൈഡിൽ പെഡസ്ട്രിയൻ ലൈറ്റ് കൂടി ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഗ്രീൻ ഉണ്ടെങ്കിൽ കൂടി ആരെങ്കിലും അവിടെ ക്രോസ് ചെയ്യാനുണ്ടെങ്കിൽ വി ഹാവ് ടു സ്റ്റോപ്പ്. അവർക്ക് ക്രോസ് ചെയ്യാൻ ചാൻസ് കൊടുത്തിട്ട് നമുക്ക് ക്രോസിങ് കടന്ന് പോകാൻ പാടുള്ളൂ. പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ വെച്ചൊക്കെ ആൾക്കാർ ഇടിച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാകും. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്ന ഈ പെഡസ്ട്രിയൻ ക്രോസിങ്, സീബ്ര ക്രോസിങ്. അവിടേക്ക് ആരെങ്കിലും ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തി കൊടുത്തേ മതിയാവൂ, കാരണം അവർക്കാണ് ഇവിടെ പ്രയോറിറ്റി. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ജർമ്മനിയിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡും എന്നാൽ വളരെ ഡേഞ്ചറസും ആയിട്ടുള്ള ഒരു സെനാരിയോ ആണ്. ഞാനും മുമ്പിലുള്ള രണ്ട് വണ്ടികളും ലെഫ്റ്റിലേക്ക് തിരിയാനുള്ള ലെഫ്റ്റ് ലൈനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുകളിലൊരു ബ്ലൂ ആരോയും കാണിച്ചിട്ടുണ്ട്, ലെഫ്റ്റിലേക്കാണ് ആ ലൈൻ പോകുന്നതെന്ന്. നമ്മുടെ സിഗ്നൽ ഇപ്പോൾ റെഡാണ്, അതൊരു ഗ്രീൻ ആരോ ആയിട്ട് തെളിയാണ് ലെഫ്റ്റിലേക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ പ്രയോറിറ്റി ഉണ്ട്. നമുക്കൊന്നും നോക്കാതെ പ്രത്യേകിച്ചൊന്നും നോക്കാതെ പോകാമെന്നാണ് അർത്ഥം. പക്ഷേ ഗ്രീൻ ഒരു സർക്കിളാണ് തെളിയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആബ്സല്യൂട്ട് പ്രയോറിറ്റി ഇല്ല. നമ്മുടെ കൂടെ തന്നെ വേറെ ആർക്കോ കൂടി ഗ്രീൻ കിട്ടിയിട്ടുണ്ട്, അവരുടെ കാര്യവും കൂടി നോക്കി നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാമെന്നാണ് എൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ജംഗ്ഷനിൽ തന്നെ ഒരു ഗ്രീൻ സർക്കിളാണ് തെളിയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നടുക്കേക്ക് പോയി അവിടെ പോയി വെയിറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ഉള്ളവർ പോയി കഴിഞ്ഞതിന് ശേഷം വേണം പോകാൻ. നമ്മളവിടെ നേരെ പോകാൻ നോക്കി കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് നടക്കും. ഇപ്പോൾ നമുക്ക് കാണാം, എല്ലാവരും ഫ്രണ്ടിലേക്ക് പോയിട്ട് നടുക്ക് പോയി വെയിറ്റ് ചെയ്യും, കാരണം ഓപ്പോസിറ്റ് പോകുന്നവർക്കും ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് പോകുന്നവർ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ലെഫ്റ്റ് തിരിയാൻ പാടുള്ളൂ. അതാണ് ഈ സെനാരിയോ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് പേര് തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പം നമ്മളെപ്പോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്നവർ ലെഫ്റ്റ് തിരിയാൻ വേണ്ടി നടുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഗ്രീൻ എടുക്കുന്ന ഒരു സെനാരിയോ ആണിത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പീഡ് ലിമിറ്റ് ക്യാൻസൽ ചെയ്യുന്ന സൈൻ. ഓട്ടോബാനിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു ഈ സൈൻ കണ്ടു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് സ്പീഡായെന്ന്. പക്ഷേ ബി റോഡിൽ വെച്ച് ഈ സൈൻ കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം അൺലിമിറ്റഡ് സ്പീഡായെന്നല്ല, 100 km/h ആണ് ഇനി തൊട്ട് മാക്സിമം അലൗഡ് സ്പീഡ് എന്നാണ്. നോ ലിമിറ്റ് എന്നാണ് അർത്ഥം എന്നുണ്ടെങ്കിലും ബി റോഡുകളിൽ ഓട്ടോമാറ്റിക്കലി 100 km/h എന്നുള്ള ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സൈൻ കാണിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അർത്ഥം ഇനിയുള്ള സ്പീഡ് ലിമിറ്റ് 100 km/h ആണെന്നാണ്, അല്ലാതെ അൺലിമിറ്റഡ് എന്നല്ല. ഇതും ഓട്ടോബാനിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി വന്നവർ കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഇനി എത്ര വേണം സ്പീഡ് എടുക്കാൻ തോന്നും, പക്ഷേ അങ്ങനെയല്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇനി മുന്നോട്ട് വരുന്ന സിറ്റി ലിമിറ്റ് എന്നുള്ളത്. സിറ്റികൾ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു മഞ്ഞ ബോർഡ് സൈഡിൽ കാണും. ഇപ്പോൾ എൻസിങ്ങൻ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് നമ്മളിപ്പോൾ കയറുകയാണ്. അപ്പോൾ അങ്ങനെ കയറി കഴിയുമ്പോൾ വേറെ സ്പീഡ് ലിമിറ്റ് ഒന്നും അതിൻ്റെ സൈഡിൽ വെച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടാൽ അതിനർത്ഥം നമ്മളൊരു സിറ്റിയുടെ ബൗണ്ടറിക്കകത്തേക്ക് കയറി. അതിനോടൊപ്പം തന്നെ സ്പീഡ് ലിമിറ്റ് ഓട്ടോമാറ്റിക്കലി 50 ആയി. അതിന് വേറെ എക്സ്പ്ലിസിറ്റ് സൈൻസ് ഒന്നും കാണില്ല. ഈ സൈൻ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മൾ സിറ്റിയുടെ ലിമിറ്റിലേക്ക് കയറുകയാണ്, ഇനി തൊട്ട് സ്പീഡ് ലിമിറ്റ് 50 ആണെന്ന്. എന്തുകൊണ്ടാണ് അവർ എക്സ്ട്രാ 50 km/h ഒരു ബോർഡ് വെക്കാത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാലും ആ സൈൻ ബോർഡ് കാണുമ്പോൾ ഓർത്തോളണം ഇനി തൊട്ട് സ്പീഡ് ലിമിറ്റ് 50 ആണെന്ന്. കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മിക്കവാറും ക്യാമറകളൊക്കെ വയ്ക്കാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂളാണ്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ബോർഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. സിറ്റി ലിമിറ്റ് തീർന്നു എന്നുള്ള ബോർഡാണ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ. നമ്മൾ എൻസിങ്ങൻ എന്ന് പറഞ്ഞ സിറ്റി കഴിഞ്ഞു, ഇനി മുമ്പോട്ട് 3 കിലോമീറ്റർ പോയാൽ ഇല്ലിങ്ങനെത്തും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റി ലിമിറ്റ് തീർന്നു എന്നുള്ള ബോർഡ് വെച്ചാൽ അതിനർത്ഥം ഇനി ഓട്ടോമാറ്റിക്കലി 100 km/h ആണ് സ്പീഡ് ലിമിറ്റ് എന്നുള്ളതാണ്. വേറെ സൈൻ ബോർഡ്സ് ഒന്നും സൈഡിലില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 70 എന്നൊക്കെ കാണും. അതിനർത്ഥം സിറ്റി ലിമിറ്റ് തീർന്നു, പക്ഷേ ഇനി തൊട്ട് 70 ആണ് ലിമിറ്റ്. അങ്ങനെ ബോർഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് സ്പീഡ് ലിമിറ്റിൻ്റെ ബോർഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സിറ്റി ലിമിറ്റ് തീരുന്ന വഴി 100 ആവും പുതിയ ലിമിറ്റ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രയോറിറ്റി സിമ്പിളായിട്ടുള്ള യെല്ലോ ഡയമണ്ടിൻ്റെ താഴെ കാണിച്ചിരിക്കുന്ന ബോൾട്ട് ലൈൻ. ആ ലൈനാണ് കാണിക്കുന്നത് എങ്ങോട്ട് പോകുന്നവർക്കാണ് പ്രയോറിറ്റി എന്ന്. ഇപ്പോൾ ഈ കേസിൽ ലെഫ്റ്റിലേക്ക് വളഞ്ഞ് പോകുന്നവർക്കാണ് പ്രയോറിറ്റി. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും, കാരണം ചിലപ്പോൾ നമുക്ക് അവിടെ പ്രയോറിറ്റി ഉണ്ടായെന്ന് വരില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിറ്റി ലിമിറ്റ് തുടങ്ങുന്നവർക്ക് തന്നെ സ്പീഡ് ക്യാമറസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സിറ്റി ലിമിറ്റ് തുടങ്ങിയ സ്ഥലത്തേക്ക് കയറി. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലിരിക്കുന്ന ഇതാണ് ക്യാമറ. ഇത് സ്പീഡും പ്ലസ് റെഡ് ലൈറ്റ് വയലേഷൻസും ക്യാപ്ചർ ചെയ്യാൻ കഴിവുള്ള ക്യാമറാസാണ്. അപ്പോൾ ഇത് ഒരുപാട് സിറ്റിക്കകത്ത് ഇതുപോലത്തെ ഒരുപാട് ക്യാമറാസ് കാണാൻ പറ്റും. അതുകൊണ്ട് സ്പീഡ് ലിമിറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
അതുപോലെ തന്നെ വേറെ ഷേപ്പിലിരിക്കുന്ന ഒരു ക്യാമറയാണ് നമ്മളിപ്പോൾ മുമ്പിൽ കാണാൻ പോകുന്നത്. അതും ഇതുപോലെ തന്നെ റെഡ് ലൈറ്റ് വയലേഷൻസും സ്പീഡ് ലിമിറ്റും ചെക്ക് ചെയ്യുന്ന ക്യാമറാസാണ്. ഇതൊരു സിലിണ്ടർ ഷേപ്പിലുള്ളതാണ്, അതുകൊണ്ട് എല്ലാ ഡയറക്ഷനിൽ നിന്ന് വരുന്നവരും ഒരൊറ്റ ക്യാമറ വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ക്യാമറ കൂടി ജർമ്മനിയിലുണ്ട്. അതുപോലെ ലൈൻ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഏത് ലൈനിലേക്കാണോ മാറേണ്ടത് ആ ലൈനിലേക്ക് നേരത്തെ തന്നെ മാറുക. ഞാൻ ഓട്ടോബാൻ വീഡിയോ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് മോസ്റ്റ് ലൈനിൽ കാണാം എക്സിറ്റ് ലൈൻസ് ഒക്കെ ഇങ്ങനെ തിക്ക് ലൈൻ ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നേരത്തെ അതിനനുസരിച്ച് ഓറിയൻറ്റ് ചെയ്ത് ആ ലൈനിലേക്ക് മാറുക. പിന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന വഴിക്ക് ഫ്രണ്ടിലത്തെ റോഡ് നാരോ ആവുകയാണ് എന്നുള്ള സൈൻ കാണുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡറേറ്റ് ആയിട്ട് ബാക്കിയുള്ളവരെയും കൂടി ആ ലൈനിലേക്ക് മെർജ് ചെയ്യാൻ സമ്മതിക്കുക. അതും എല്ലാവരും ചെയ്യുന്നതും ഒരു നൈസ് തിങ് ടു ഡു. അത് എല്ലാവരും ചെയ്യുന്നതാണ്, അത് ചെയ്യുന്നത് നന്നായിരിക്കും. വേറൊരു കാര്യമാണ് ക്യാമറ എന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ ആക്ച്വലി ഹാംലെസ് ആയിട്ടുള്ളൊരു ടവർ. ഈ സൈഡിലിരിക്കുന്ന ബ്ലൂ സിലിണ്ടറിക്കൽ ബ്ലോക്ക് ആക്ച്വലി ക്യാമറയല്ല, അത് ട്രക്കുകളുടെ ടോള് കളക്ട് ചെയ്തോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നൊരു ഡിവൈസാണ്. അതുപോലെ മറ്റൊരു പോയിൻ്റാണ് റൗണ്ട് അബൌട്ട്. എപ്പോഴും റൗണ്ട് അബൌട്ടിൽ ഇപ്പോൾ ഉള്ളവർക്കാണ് പ്രയോറിറ്റി. അപ്പോൾ നമ്മൾ കയറുന്നതിന് മുമ്പ് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കയറി കഴിഞ്ഞാൽ നമുക്കാണ് പ്രയോറിറ്റി. ഇപ്പോൾ ആ വരുന്ന കാറ് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും. അതുപോലെ നമ്മൾ റൗണ്ട് അബൌട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ എക്സിറ്റ് ആവാറാവുമ്പോൾ ഇൻഡിക്കേറ്റർ റൈറ്റിലേക്ക് ഇടണം. ആ എക്സിറ്റ് നമ്മൾ എടുക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മറ്റൊരു പോയിൻ്റാണ് ഇപ്പോൾ മുകളിൽ കാണുന്ന 30 സോൺ എന്ന് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം നമ്മളിപ്പോൾ 30 സോണിലേക്ക് കയറി. ഇനി തൊട്ട് റൈറ്റ് ബിഫോർ ലെഫ്റ്റ് റൂള് ബാധകമാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് നേരെ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ റൈറ്റിൽ നിന്ന് ഒരു വണ്ടി വന്നാൽ അവർക്ക് നമ്മൾ നിർത്തി കൊടുക്കണം, കാരണം അവർക്കാണ് പ്രയോറിറ്റി. ഇത് 30 സോണിൽ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അവിടെ റൈറ്റിൽ നിന്ന് റോഡ് വരുന്നുണ്ട്. അവിടെ നിന്ന് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് വേണ്ടി നിർത്തി കൊടുക്കണം. അപ്പോൾ എപ്പോഴും സ്ലോ ആക്കി അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇവിടെയൊക്കെ വെച്ചൊരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാവർക്കും മനസ്സിലാവും ആർക്കായിരുന്നു പ്രയോറിറ്റി. റൈറ്റിൽ നിന്ന് വരുന്ന ആൾക്കായിരുന്നു പ്രയോറിറ്റി, നമ്മൾ നിർത്തിയില്ല. അതുകൊണ്ട് നമ്മുടെ ഭാഗത്താകും മിസ്റ്റേക്ക്. അതുകൊണ്ട് 30 സോണിൽ എപ്പോഴും റൈറ്റ് ബിഫോർ ലെഫ്റ്റ് മാൻഡേറ്ററി ആണ്. എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. അത് റോഡുകളിൽ നിന്ന് ഇറങ്ങി വരുന്നവർക്ക് മാത്രം മതി, അല്ലാതെ വീട്ടിൽ നിന്നോ ഷോപ്സിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നവർക്ക് നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വേറൊരു കാര്യമാണ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ലൈനിൽ എന്തെങ്കിലും ബ്ലോക്ക്, ഫോർ എക്സാമ്പിൾ ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയോറിറ്റി പിന്നെ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ വരുന്നവർക്കാണ് പ്രയോറിറ്റി. അവർ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആ ലൈനിലേക്ക് മാറി നമ്മുടെ തടസ്സത്തെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പാടുള്ളൂ. അത് ബാക്കിയുള്ളവർ പോയി തീരുന്നോടം വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. ഇതുപോലെ വേറൊരു പോയിൻ്റാണ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്. ഇതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷേ ബസ് സ്റ്റോപ്പിൽ ഒരു ബസ് നിർത്തിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ലെഫ്റ്റ് ലൈനിലേക്ക് കയറാൻ, അതായത് മെയിൻ ലൈനിലേക്ക് കയറാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടാൽ പിന്നെ അവർക്കാണ് പ്രയോറിറ്റി. നമ്മൾ നിർത്തി കൊടുക്കണം. ഈ ലൈൻ ബസ്സുകൾ ഇൻഡിക്കേറ്റർ ഇട്ട് മെയിൻ ലൈനിലേക്ക് കയറി കഴിഞ്ഞ ശേഷം അവരുടെ പുറകിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ബസ് എപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുന്നു അപ്പോൾ നിർത്തി കൊടുത്തോളൂ, അവർക്ക് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് റൂളാണ്. അപ്പോൾ ഫൈനലായിട്ട് വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ബി റോഡിൽ നിന്ന് ഓട്ടോബാനിലേക്ക് മെർജ് ചെയ്യുന്നത് കൂടി ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ റൈറ്റ് മോസ്റ്റ് ലൈനിലേക്ക് മാറി. ഇത് ഓട്ടോബാനിൻ്റെ എൻട്രി ലൈനാണ്. ഈ ലൈനിൽ കയറി നമ്മളിങ്ങനെ വളഞ്ഞ് ഓട്ടോബാനിലേക്ക് കയറുകയാണ്. അപ്പോൾ എല്ലാ ഓട്ടോബാനുകൾക്കും ഒരു ആക്സിലറേഷൻ ലൈൻ കാണും. ആ ലൈനിലേക്ക് നമ്മൾ കയറി ഒറിജിനൽ മെയിൻ ലൈനുകളിലേക്ക് മെർജ് ആവുന്നതിന് മുമ്പ് ആക്സിലറേഷൻ ലൈനിൽ മാക്സിമം സ്പീഡ് എടുത്ത് ഓട്ടോബാനിലേക്ക് മെർജ് ചെയ്യുന്നതാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആക്സിലറേഷൻ ലൈനിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇനി എനിക്ക് പറ്റുന്ന അത്ര സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഓട്ടോബാനിലേക്ക് മെർജ് ചെയ്ത് കയറുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ബി റോഡിൽ നിന്ന് ഓട്ടോബാനിലേക്ക് കയറുന്നത്. അങ്ങനെ നമ്മുടെ ബി റോഡ് വീഡിയോ കഴിയുകയാണ് ഇവിടെ. എല്ലാ പോയിൻറ്റ്സും ഞാൻ കവർ ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാ സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ഓടിക്കാൻ വരുന്ന ഒരു വെബ്സൈറ്റിൽ നോക്കിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വേണം ഇവിടെ വണ്ടി ഓടിക്കാൻ. ഒരുപാട് സയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്തായാലും പഠിച്ചിരിക്കണം. അല്ലാത്ത സ്പെഷ്യൽ കേസസാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. എന്തൊക്കെയാണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം സേഫ് ആയിട്ടുള്ള ഡ്രൈവ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് നിങ്ങളുടെ ഡ്രൈവ് എൻജോയ് ചെയ്യുക.